പണിമുടക്കാനുള്ള അവകാശത്തെയും ഈ കോഡ് കർശനമായി നിയന്ത്രിക്കുന്നു. പണിമുടക്കുന്നതിന് 14 ദിവസം മുൻപ് നോട്ടീസ് നൽകണമെന്നത് നിർബന്ധമാക്കി. മാത്രമല്ല, അനുരഞ്ജന ചർച്ചകൾ നടക്കുമ്പോഴും ട്രൈബ്യൂണലിൽ കേസ് നിലനിൽക്കുമ്പോഴും പണിമുടക്ക് നിരോധിച്ചിരിക്കുന്നു. 50%-ലധികം തൊഴിലാളികൾ ഒരേ സമയം അവധിയെടുക്കുന്നത് പോലും പണിമുടക്കായി കണക്കാക്കും. ഫലത്തിൽ നിയമപരമായ പണിമുടക്ക് എന്നത് അസാധ്യമാക്കി മാറ്റുകയാണ്. തൊഴിലാളികളുടെ ഏക ആയുധമായ പണിമുടക്കിനെ ഇത്തരത്തിൽ വരിഞ്ഞു മുറുക്കുന്നത് ജനാധിപത്യപരമായ അവകാശങ്ങളുടെ ലംഘനമാണ്. സൂപ്പർവൈസറി കപ്പാസിറ്റിയിൽ ജോലി ചെയ്യുന്ന 18,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നവരെ തൊഴിലാളി എന്ന നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് അവർക്ക് ഇൻഡസ്ട്രി റിലേഷൻസ് കോഡിൻ്റെ പരിരക്ഷ നിഷേധിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ആശങ്കാജനകമാണ് വേതന കോഡ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ. ഈ കോഡ് നിർദ്ദേശിക്കുന്ന ഫ്ലോർ വേജ് സമ്പ്രദായം ശാസ്ത്രീയമായ മിനിമം വേജ് നിർണയത്തെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. 15ാം ഇന്ത്യൻ ലേബർ കോൺഗ്രസ് അംഗീകരിച്ചതും സുപ്രീം കോടതിയുടെ റാപ്റ്റാക്കോസ് ബ്രെറ്റ് കേസിൽ ശരിവച്ചതുമായ മാനദണ്ഡങ്ങൾ, അതായത് തൊഴിലാളിയുടെയും കുടുംബത്തിൻ്റെയും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമുള്ള മിനിമം ചെലവുകൾ പരിഗണിക്കാതെയാണ് വേതനം നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്രം ഏറ്റെടുക്കുന്നത്. നാം കാണേണ്ടത് ജീവിത ചെലവ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ്. എന്നാൽ ജീവിത സൂചികകളും മറ്റ് പ്രാദേശിക ഘടകങ്ങളും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ഫ്ലോർ വേജ് നിശ്ചയിക്കുകയാണ്. ഇത് തൊഴിലാളികളുടെ ക്രയശേഷിയെയും ജീവിത നിലവാരത്തെയും ബാധിച്ചേക്കാം. 8 മണിക്കൂർ ജോലി അത് 9 മണിക്കൂർ വരെയാക്കാൻ വ്യവസ്ഥയുണ്ട്. എന്നാൽ അതിനിടയിലുള്ള വിശ്രമവേളകൾ ജോലി സമയത്ത് കണക്കാക്കില്ല എന്നത് തൊഴിലാളികളെ കൂടുതൽ സമയം തൊഴിലിടങ്ങളിൽ തളച്ചിടാൻ കാരണമാകും. സാമൂഹ്യ സുരക്ഷാ കോഡിൻ്റെ കാര്യമെടുത്താൽ എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ എന്ന് കോഡ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിൽ ഇത് നിലവിലുള്ള സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ഗിഗ് വർക്കർമാർക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വ്യക്തതയില്ല. ചുരുക്കത്തിൽ എല്ലാ തരത്തിലും തൊഴിലാളി ദ്രോഹമായ നടപടികളിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് തൊഴിലാളി സൗഹൃദ അന്തരീക്ഷം നഷ്ടപ്പെടാനിടയാക്കുകയാണ്. ഇതിനെ നല്ല രീതിയിൽ ചെറുത്തു പോകേണ്ടതായിട്ടുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊഴിലാളി കർഷക ഐക്യത്തിലൂടെയുള്ള ഒരു ജനാധിപത്യ പ്രതിരോധം ഈ ഘട്ടത്തിൽ അനിവാര്യമായിരിക്കുകയാണ്. തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഫെഡറൽ സംവിധാനത്തിന് കോട്ടം തട്ടാതെയും ഉള്ള വികസന കാഴ്ചപ്പാട് രൂപപ്പെടുന്നതിനും എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ട്. ഇതൊരു
പോരാട്ടമായി കാണണം. ഈ പോരാട്ടം കേവലം ഒരു വിഭാഗത്തിൻ്റേത് മാത്രമല്ല, മറിച്ച് വരും തലമുറയുടെ ഭാവിക്കും ഇന്ത്യ എന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയുള്ളതാണ്. ചരിത്രം എന്നും പൊരുതുന്നവർക്ക് ഒപ്പമാണ്. ആ പോരാട്ട വീര്യം ഉൾക്കൊണ്ട് കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിനെതിരെ നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനേകം പ്രമുഖരായ വ്യക്തികളിവിടെ സംസാരിക്കാനും ഇതിൻ്റെ തുടർച്ചയായുള്ള മറ്റ് പരിപാടികളിൽ പങ്കെടുക്കാനും ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.